കാശി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഇവനാണല്ലേ ഹൈദരെ തൂക്കാൻ പോണ പുതിയ ആരാച്ചാര്. രണ്ടിന്റെ മയ്യത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അറബിക്കടലിൽ കെട്ടിത്തഴുത്തും. അയ്യോ, നടക്കടാ. നടക്കാൻ. നടക്കടാ. മരത്തെ പിടിച്ചു വിട്ടറാ. കാശിയുടെ ഞാൻ ഇവിടെ ഉണ്ട്. എമ്മന്നെ എല്ലാവരും ചത്ത. അതാരെങ്കിലും ബാക്കിയുണ്ടാ? വാടോ. കാക്കയുടുപ്പും ഹാറ്റും വിറ്റുമൊക്കെ ഡിപ്പാർട്ട്മെന്റ് തരാൻ കഴിയൂ. ധൈര്യവും ചങ്കുറ്റവും എല്ലാം ജന്മനാൽ തന്നെ ഉണ്ടാവണം. ഹൈദരുടെ ആൾക്കാരുടെ തോക്ക് കണ്ട് ഓച്ചാരിച്ചിരുന്നപ്പോ നാടുവാഴയുടെ ആള് തന്നെ വേണ്ടി വന്നില്ലേ രക്ഷപ്പെടുത്താൻ? സ്വന്തം രക്തത്തിൽ ധൈര്യവും സാഹസവും ഉണ്ടെന്ന് സ്വയം സങ്കല്പിക്കണം. അങ്ങനെ അല്ലാത്തവൻ ഡിപ്പാർട്ട്മെന്റിന് ശാപമാണ്. ധൈര്യവും വിഡ്ഢിയുടെ സാഹസവും രണ്ടും രണ്ടാണ് മാരാർ സാറേ. കഞ്ഞി മുക്കിയ കാക്കയിട്ട് ബലം പിടിച്ചു നടക്കുന്ന എന്റെ കയ്യിൽ ഒരു മുളവടി അല്ലാതെ മറ്റെന്താണുള്ളത് സാർ? തന്റെ റിവോൾവറോടെ പോയി. ഞാനൊരു ഡേഞ്ചറസ് ഓഫീസർ ആണെന്നും പറഞ്ഞ് 2 മാസം മുമ്പ് SP അത് തിരിച്ചു വാങ്ങിച്ചു.
പിന്നെ ഇയാളെന്ത് ചെയ്യും? കാര്യം അറിയാതെ അയാളെ പഴിച്ചിട്ട് എന്ത് പ്രയോജനം? ബുള്ളറ്റ് പ്രൂഫ് ഇട്ട അധോലോക നേതാവിന്റെ കയ്യിൽ ആധുനിക ആയുധങ്ങൾ കാണുമ്പോ സാറടക്കമുള്ള പോലീസുകാർ അന്തം വിട്ട് നിൽക്കും. മനസ്സറിയാണ്ട് അയാളെ സല്യൂട്ട് ചെയ്തു പോകും. അങ്ങനെയുള്ള ഏമാമാര് ഹൈദരെ സല്യൂട്ട് ചെയ്തുകൊണ്ടാ ഡെത്ത് വാറണ്ട് ആയിട്ടും മരക്കാര് മെഡിക്കൽ കോളേജിലെ ഡീലക്സ് വാടിയെ കഴിയുന്നേ. കോടതി തൂക്കാൻ വിധിച്ച ആ കുറ്റവാളിയെ ഒരു ദിവസമെങ്കിലും കണ്ടം സെല്ലിൽ കിടത്തിയിട്ടുണ്ടോ? തൂക്കുന്നതിന് മുമ്പേ ഒരു രാത്രിയെങ്കിലും അവനെ സെല്ലിൽ കിടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല, അത് തന്നെ. എടോ, തന്നെ ഹൈദർ മരക്കാർക്ക് കാവൽ നിർത്തിയതാണോ അതോ യുവമാർ കള്ളു മടിച്ചു കൊടുക്കാനോ? ഹോസ്പിറ്റൽ വാർഡിൽ നിന്നാണ് നിന്റെയൊക്കെ ലോടി. എവിടെ ഹൈദർ മരിക്കാർ? ഇന്റൻസി കയറിയിട്ടുണ്ട്. എടോ, ഞാൻ പറയാതെ യുവമാരെ പുറത്തു വിടരുത്. നരുമാൻ, വരണം വരണം മിസ്റ്റർ മാരാർ. മാരാർ സാർ വരാൻ സമയമായെന്ന് ഞാൻ ഇവരോടിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ആരാച്ചാർ എത്തിയെന്നറിഞ്ഞു. കണ്ടംപ്റ്റ് സെല്ലിൽ കിടക്കേണ്ട ആൾ ഇവിടെ കിടക്കുന്നത് കാണുമ്പോ DIGക്ക് അതൃപ്തി കാണും. അതൃപ്തി മാറ്റി തൃപ്തി വരുത്താൻ ഞാൻ എന്ത് ചെയ്യണം? തൂക്ക് വരച്ചുവിട്ടിൽ തലയെ കുറിച്ച് നിന്നാ മതി. ഞാൻ നിങ്ങളെ കണ്ടം സെല്ലിലേക്ക് മാറ്റാനാണ് വന്നത്. ഇരുന്നേക്ക്. സോറി സർ, ഇയാളെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ഈസ് എ ഹാർട്ട് പേഷ്യന്റ്. ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ പേഷ്യന്റ് ആകൂ. എന്റെ പേഷ്യന്റിനെ ഈ നിലയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എങ്കിൽ ഇവിടെ വെച്ച് തൂക്കിക്കൊല്ലാൻ നിയമം പറയട്ടെ. നിങ്ങൾ അല്പം കൂടി ദയ കാണിക്കണം. ഇയാളൊരു പേഷ്യന്റ് ആണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇയാളുടെ ദയയില്ല, പിന്നല്ലേ? മിസ്റ്റർ മാരാർ, ഹൈദർ മുതലാളിയെ വിലങ്ങ് വെക്കരുത്. തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരാളുടെ കയ്യിൽ വിലങ്ങ് വെച്ചില്ലെങ്കിൽ കോടതി എന്നെ ശിക്ഷിക്കും. MLA ആണ് പറയുന്നത് അദ്ദേഹത്തെ വിലങ്ങ് വെക്കരുതെന്ന്. ഹോം മിനിസ്റ്റർ പറഞ്ഞാലും ഞാൻ വിലങ്ങ് വെച്ചേ കൊണ്ടുപോകും. എടോ, തന്റെ ഈ DIG കുപ്പായ ഊരി തന്നെ ഞാൻ തേരാപ്പാര കവാത്ത് നടത്തിച്ചില്ല. 5-5 വോട്ടിന്റെ ബലത്തിൽ MLA ആയവൻ ആജ്ഞാപിക്കണ്ട, അനുസരിച്ചാ മതി. അവിടെ മാറിക്കണം. ഈ സല്യൂട്ട് ആർക്കാ? എനിക്കോ ഹൈദർക്കോ? മുതലാളി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ ഹോം മിനിസ്റ്ററെ വിളിച്ച് പറയാം. ഒന്നും വേണ്ട കുട്ടി നേരെ. ഓന്റെ ഒരു ആഗ്രഹമല്ലേ, തൂക്കണമെങ്കിൽ തൂക്കട്ടെ. പോവാ.